ആള് വരുന്നടാ. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? ഓ എന്തൊരു സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. കോടതി പറയും. അതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ്. അവര് വീട്ടിലില്ലാത്ത ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി. ഇത് തീർന്നില്ലേ? അളിയനാൾ ഇത്തിരി പെശകാണെന്ന് എനിക്കറിയാം. എന്നാലും താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. അപ്പൊ മാറി നിൽക്കേണ്ട സാഹചര്യം അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കട്ടത് സത്യം. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ചോദിക്കൂ. എന്താ പേടിയാ? അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം. കേട്ട് പഠിക്കടാ വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറ. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ, വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യർ. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. പ്ലീസ്, ഇതൊരു വ്യക്തിപരമായ സന്ദർഭം. ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. വരട്ടരുത്. ഈ ചാക്ക ഒത്തിരി കണ്ടവനാ. ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. എന്തൊരു നീചനാണ് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. കമ്മിറ്റി റിപ്പോർട്ടിനുള്ള ചോദ്യത്തിന് അങ്ങേയറ്റം അസ്വസ്ഥമായി, അല്ലെങ്കിൽ മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന്, രാഷ്ട്രീയ ചോദ്യത്തിന് അങ്ങേയറ്റം അസ്വസ്ഥമായി പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയാണ് ആദ്യം കണ്ടത്. അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കോടതി പുറത്തിട്ട്. അതിനുശേഷം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ച് തള്ളുന്ന, അവന്റെ വയറ്റത്ത് പിടിച്ച് തള്ളുന്ന ഒരു ഏതോ സിനിമയിലെ ഷൂട്ടിംഗ് എന്ന ധാരണയിൽ നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ കാണുകയാണ് കേരളം. അങ്ങേയറ്റം കഷ്ടമാണ്. സുരേഷ് ഗോപിയെ BJP സംസ്ഥാന നേതൃത്വം ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ചെറുക്കും അല്ലെങ്കിൽ തിരുത്തും എന്ന കാര്യമൊക്കെ ഇനി കാത്തിരുന്ന് കാണുന്നത്. ബുദ്ധി വേണം, ബുദ്ധി. ഒരു മൂഡിലങ്ങ് അടിച്ചു പോയതല്ലേ. അവിടെ നിന്ന് ഒരു പടം ഇങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.